ഹായ്, നമ്മളിന്ന് എന്താണ് നമ്മളെ വർക്ക് കാര്യങ്ങളിലൊക്കെ കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് 2 ദിവസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോസ് ഇടാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ SEOയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. AI വന്നുകൊണ്ട് തന്നെ അതിലൊരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ അങ്ങനെ സ്ട്രെസ്സായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സൊക്കെയാണ്, നിങ്ങൾ ജോലി തിരക്കിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പണ്ട് 1989 ഇറങ്ങിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അല്ല കിഡിലെ മൂവിയാണ്, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏകദേശം കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ്. നമുക്കറിയാം പണ്ട് നമ്മളെ സൂര്യ TVയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹോളിവുഡ് മൂവീസ് മലയാളത്തിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സിനിമകൾ വരലുണ്ട്. അപ്പൊ അന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു ചെറിയൊരു മൂവിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വൈബിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച സമയത്ത് എനിക്ക് ഒരു സിനിമ മൈൻഡിൽ എന്താണ് വന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മൂവിനെ കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആ മൂവി എന്ന് പറയുന്നത് ഹണി ഐ സ്ട്രെങ്ത് കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. അതായത് ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. അതായത് ഇതില് ശ്രവാസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ട്. ആളൊരു സയന്റിസ്റ്റ് ആണ്. ആ ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മെഷീൻ കണ്ടുപിടിക്കും. ആ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വലിയൊരു വസ്തുവിനെ എന്ത് ചെയ്യും, അത് വളരെ ചെറുതാക്കി മാറ്റുന്ന ഒരു മെഷീനാണ്. ഓക്കെ, അപ്പൊ ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ആ ഒരു ആള് ഫസ്റ്റ് എന്ത് ചെയ്യും, കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി വെക്കും. ആദ്യത്തെ സമയത്ത് എന്ത് ചെയ്യും, അത് അവിടെ പരാജയപ്പെട്ടു പോകും. അതായത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടൂല. ഓക്കെ, അയാൾ എന്നിട്ട് എന്ത് ചെയ്യും, ഒരു മീറ്റിങ്ങിന് കാര്യങ്ങളിലൊക്കെ പോകും. അവരുടെ ആ ഒരു ഒരുപാട് സയന്റിസ്റ്റുകളുള്ള ഒരു മീറ്റിംഗ് കാര്യങ്ങളിലേക്കൊക്കെ പോകും. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അയാളെ എന്ത് ചെയ്യും, അവിടെ നിന്ന് അയാളെ പരാജയപ്പെട്ട് ഇറങ്ങുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇയാൾ ഈ ഒരു മിഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇയാളുടെ വീട്ടിലാണ്. അപ്പൊ അയാളുടെ അയൽവാസി ഉണ്ട് ഒരാള്, അവർക്ക് കുറച്ച് 2 മക്കളുണ്ട്. അതേപോലെ ഇയാളുടെ വീട്ടിലും 2 മക്കളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവരവിടെ പുറത്തുനിന്ന് കളിക്കുന്ന സമയത്ത് അതിലൊരു പയ്യൻ ബോൾ എടുത്ത് ഒറ്റടിയാണ്. അപ്പോൾ നേരെ ഇവരുടെ വീട്ടിലേക്ക് പോകും. ഇങ്ങനെ ജനല് പൊട്ടിച്ചിട്ട് ഈ ഒരു ബോൾ അയാളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു ആളുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിഷൻ ഉണ്ടല്ലോ, ആ മിഷനിലേക്ക് പോയി ഈ ബോൾ തട്ടും. അങ്ങനെ പോയി തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ മിഷൻ ഓണാവും. ഈ മിഷൻ ഓണാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന ഒരു സോഫ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാവും. അതിലേക്ക് ഇതിന്റെ ലേസർ അടിച്ചിട്ട് ആ ഒരു സോഫ എന്ത് ചെയ്യും, ചെറുതായി പോകും. ഓക്കെ, അങ്ങനെ പോവാണ് ചെയ്യുക. അപ്പൊ ഇവര് എന്ത് ചെയ്യും, അപ്പോൾ ഈ 2 കുട്ടികളും കൂടെ ആ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിൽ പോകും. അവർ ഏട്ടനുണ്ട്. അപ്പൊ അവൻ ഇങ്ങനെ സംസാരിച്ച് ഇവൻ ഈ ബോൾ അടിച്ച ചെക്കനെയും കൊണ്ട് നേരെ എന്ത് ചെയ്യും, അവരുടെ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയിട്ട് അവിടെ അവരുടെ വീട്ടിലുള്ള ആ കുട്ടികളായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവര് മുകളിലോട്ട് പോകും എടുക്കാനായിട്ട്. അപ്പൊ ആദ്യം പോകുന്ന 2 പേരും എന്ത് ചെയ്യും, ഈ ലേസറിൽ തട്ടിയിട്ട് അവർ 2 പേരും എന്ത് ചെയ്യും, ഭയങ്കര ഒരു ഉറുമ്പിനേക്കാളും ചെറുതായി പോകും. അതേപോലെ തന്നെ പിന്നീട് പോകുന്ന 2 പേരും എന്ത് ചെയ്യും, ഇതേപോലെ ചെറുതായി പോകും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യും, ഇവര് ഈ 4 പേരും ഭയങ്കരമായിട്ടൊരു ഉറുമ്പിനേക്കാളും ചെറുതായി പോകും. അതാണ് ഈ സിനിമന്റെ മെയിൻ കഥ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇവര് ഈ എന്താ പറയുക, ഈ സവാസ്കി എന്ന് പറഞ്ഞ ആള് എന്ത് ചെയ്യും, ഇവരുടെ വീട്ടിലേക്ക് വരും. അതായത് ഇവരുടെ ഫാദർ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഇവരുണ്ടാവില്ല. അപ്പൊ ഇയാള് ആ ഇരിക്കുന്ന സ്ഥലമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യും, ഒരു പുറത്ത് എന്ത് ചെയ്യും, വേസ്റ്റ് കൊണ്ടുവരുന്ന പോലെ ഇത് കൊണ്ടുപോയിടും. അപ്പൊ ഇതിൽ എന്ത് ചെയ്യും, ഈ കുട്ടികളും ഉൾപ്പെടും. എന്നിട്ട് ഇവരുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് എന്ത് ചെയ്യും, അവിടെയുള്ള കുറെ ചെറിയ ഉറുമ്പും അതേപോലെ തന്നെ ഈച്ച അങ്ങനെയുള്ള ഒരുപാട് ജീവികളൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് പ്രാണികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് രസമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഇയാളുടെ വൈഫ് ഇവര് സത്യം തിരിച്ചറിയും. അതായത് നമ്മളെ മക്കൾ ഇതേപോലെ ചെറുതായി പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയും. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ എന്ത് ചെയ്യണോ, എല്ലാവരും സമയം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കാണാൻ പറ്റും. ഞാൻ ഈ സിനിമ കണ്ടത് ഹോട്ട്സ്റ്റാറിലാണ്. ഹോട്ട്സ്റ്റാറിലുള്ളവർ എന്ത് ചെയ്യുക, ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് ഈ സിനിമ കാണാം. അല്ലെങ്കിൽ യൂട്യൂബിൽ കാര്യങ്ങൾ ഉണ്ടോ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിനിമ കാണാം. ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മൾ രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്കും വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.